ഹലോ സ്റ്റുഡൻസ്, നമുക്കിത് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേസ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പേജ് നമ്പർ 10-ലെ 5th ക്വസ്റ്റ്യനിലേക്കാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ബുക്കൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് ചെയ്യുക. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര പെട്ടെന്ന് ചെയ്യാം. നമുക്ക് നോക്കാം എന്തുവാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ എ ക്ലാസ് ദർ ആർ 4 more girls than boys. അപ്പം ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൽ 4 ഗേൾസ് കൂടുതലാണ് ബോയ്സിനേക്കാൾ. ഓക്കെ, ഓൺ എ ഡേ വെൻ ഓൺലി 8 boys were absent, the number of girls was twice the number of boys. അപ്പം ഒരു ദിവസം 8 പിള്ളേർ ആബ്സെൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും, 8 ആൺപിള്ളേർ ആബ്സെൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു? ബോയ്സിൻ്റെനെക്കാട്ടും ട്വൈസ് ആയിരുന്നു. സോ ലൈക്ക് ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്. അപ്പോൾ എത്ര പിള്ളേരുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, ബോയ്സും ഗേൾസും. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ CBSEക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ്സിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ലൈക്ക് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് എഴുതി പോകാം. ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ല ഡയറക്റ്റായിട്ട്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? ഹൗ മെനി ബോയ്സ് ആൻഡ് ഹൗ മെനി ഗേൾസ് ആർ ദെയർ, അല്ലേ? എത്ര ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പം ബോയ്സിനെയും ഗേൾസിനെയും കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലെറ്റ് ചെയ്യാം. സോ ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ്. ഞാൻ ബോയ്സിനെ എക്സ് ആയിട്ട് എടുത്തു. കാരണം എന്താ? നമുക്ക് ഗേൾസ് എന്ന് പറയുന്നത് 4 പേര് കൂടുതലാണ്, അല്ലേ? അപ്പം നമുക്ക് മൈനസ് ക്വസ്റ്റ്യനിൽ വരാതിരിക്കാനാണ് ഞാൻ ബോയ്സിനെ എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ ബോയ്സ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ദെയർഫോർ ദ നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? ബോയ്സിനേലും 4 കൂടുതൽ, എക്സിനേലും 4 കൂടുതൽ, അല്ലേ? അതാണ് നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? ബോയ്സ് എക്സ് ആണ്, സോ ഗേൾസ് എന്ന് പറയുന്നത് 4 കൂടുതലാണ്. നമ്മൾ എക്സിൻ്റെ വാല്യൂ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു വെച്ചിട്ട് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇവിടെ ഒരു കഥയായിട്ട് പറഞ്ഞേക്കുവാണ്. ഓൺ എ ഡേ, ഒരു ദിവസം ആയപ്പോഴത്തേക്കും എന്ത് പറ്റി? 8 പേര് ആബ്സെൻ്റ് ആയിരുന്നു. ബോയ്സിൽ 8 പേര് ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബോയ്സ് എത്ര പേര്? എക്സ് ആൾക്കാരുണ്ട് ബോയ്സ്. അതിനേലും 8 പേര് ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ 8 മൈനസ് ആക്കണം, അല്ലേ? അപ്പം 8 പേര് ആബ്സെൻ്റ് ആയിരുന്നപ്പോൾ ദ നമ്പർ ഓഫ് ഗേൾസ് വാസ്, അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? എക്സ് പ്ലസ് 4 അല്ലേ? സോ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. ബോയ്സിനേലും ബോയ്സിൻ്റെ ട്വൈസും കൂടെ എടുത്തു കഴിഞ്ഞാൽ നേരത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗേൾസിൻ്റെ എണ്ണം കിട്ടുന്നത്. ക്ലിയർ ആണോ? സോ ഞാൻ ഇത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അവസാനം വരെ കണ്ടു നോക്കുക. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കുറച്ചുകൂടെ അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് 8 പേര് ആബ്സെൻ്റ് ആയിട്ട് അതിൻ്റെ ട്വൈസും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്പർ ഓഫ് ഗേൾസിൻ്റെ എണ്ണം കിട്ടും. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഈ 2നെ അകത്തേക്ക് ഇൻറ്റു ചെയ്ത് കൊടുക്കുവാണ്. കാരണം നമുക്ക് 2 ഇങ്ങനെ പുറത്ത് എടുക്കുകയാണ്. അപ്പോൾ 2 പേർക്കായിട്ട് അകത്തേക്ക് കൊടുക്കണം. സോ 2 ഇൻറ്റു എക്സ് 2x ഇൻറ്റു ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 ഇൻറ്റു എക്സ് 2x, ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. സോ 2 ഇൻറ്റു 8 എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്ക് 16. അപ്പം ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്നതിന് 2 വെച്ച് അങ്ങ് ഇൻറ്റു ചെയ്യുക, അത്രേ ഉള്ളൂ. 2നെ ഇൻറ്റു വേണേ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് എന്തുവാ? എക്സ് പ്ലസ് 4 അങ്ങ് എഴുതാം. ഇനി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നോക്കി, ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും, 2 സൈഡിലും എക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. എക്സിനെ എല്ലാത്തിനെയും കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുക, നമ്പേഴ്സിനെ എല്ലാത്തിനെയും കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ടു ഇവിടെയാണെങ്കിൽ എക്സ് എല്ലാം ഇവിടെ, നമ്പേഴ്സ് എല്ലാം അപ്പുറത്തുമായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ, ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുക. ഈ എക്സിനെ ഇങ്ങോട്ടും കൊണ്ടുവരാൻ പോവുക, ഈ നമ്പറിനെ ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പോവുക. അപ്പോൾ ഇവിടെ 2x ഉണ്ടായിരുന്നു, 2x. ഈ എക്സ് ഇപ്പുറത്ത് വന്ന് എന്താവും? മൈനസ് എക്സ് ആകും, അല്ലേ? അവിടെ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഈക്വൽ ടു ഇപ്പുറത്ത് വന്ന് കഴിഞ്ഞാൽ മൈനസ് ആകും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 4 ഉണ്ട്, ഈ 16 നെഗറ്റീവ് 16 ആണല്ലേ? ഈ നെഗറ്റീവ് ഇപ്പുറത്ത് വന്ന് എന്താവും? പോസിറ്റീവ് 16 ആകും. സോ നമുക്കിത് സോൾവ് ചെയ്യാം. 2x മൈനസ് എക്സ് ദാറ്റ് ഈസ് എക്സ് തന്നെയാണ്, അല്ലേ? ഇവിടെ ഒരു 1 ഉണ്ട്, നമ്മൾ ഇടാത്തതാണ്. സോ 1 മൈനസ് 2 എന്ന് വെച്ചാൽ, അല്ല 2 മൈനസ് 1 എന്ന് വെച്ചാൽ 1 തന്നെയാണ്. അപ്പോൾ എക്സ് മാത്രമായിട്ട് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി 20. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു? നമ്പർ ഓഫ് ബോയ്സ് അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ദെയർഫോർ നമ്പർ ഓഫ് ബോയ്സ് is equal to എത്രയാ? 20. ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് എത്രയാടാ?
20യുടെ കൂട്ടത്തിൽ 4 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ അല്ലെ ബോയ്സിൻ്റെ കൂട്ടത്തിൽ 4 കൂടെ പ്ലസ് ചെയ്ത് നമുക്ക് ഗേൾസ് കിട്ടും. ദാറ്റ് ഈസ് 24 ഇസ് ദ നമ്പർ ഓഫ് ഗേൾസ് അല്ലേ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കഥ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കഥ എന്തുമായിരുന്നു? ബോയ്സ് 20 പേരുണ്ട്, ഗേൾസ് 24 പേരുണ്ട്. ഒരു ദിവസം ആയപ്പോഴത്തേക്കും എന്ത് പറ്റി? 8 ബോയ്സ് വന്നില്ല. അപ്പോൾ ബോയ്സിനേലും 8 കുറയ്ക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? 20 മൈനസ് 8 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 12 കിട്ടും. ഓക്കെ. സോ ഈ 12 എന്ന് പറയുന്നത് 24 അല്ലേ, ഗേൾസ് 24 ആണ്. അപ്പോൾ 12ൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ 2 ടൈംസ് ആണ് 24 എന്നല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നേ അല്ലേ. അപ്പോൾ 8 പേര് ആബ്സെൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിൻ്റെ എണ്ണത്തിലേലും ട്വൈസ് ആയിരുന്നു അല്ലേ. ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഓൺ എ ഡേ വെൻ only 8 boys were absent, അപ്പം 8 മൈനസ് ചെയ്തു. The number of girls was 24 was twice the number of boys അല്ലേ. 12നേലും ട്വൈസ് ആയിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ. സോ ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ്? അപ്പോൾ എത്ര ബോയ്സ് ഉണ്ട്? 20 ബോയ്സും 24 ഗേൾസും. സിമ്പിൾ അല്ലേ. സോ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഫോം ചെയ്യാൻ പഠിക്കുക. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഇക്വേഷൻസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ 5th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.